നമസ്കാരം. ഇന്നത്തെ വിഷയം ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മൾ മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ഈ ഊർജ്ജങ്ങളെ ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ ഒരു ലിമിറ്റും വെക്കാതെ അത് എത്രത്തോളം എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു കമ്പനിയിലും നമ്മൾ സ്കൂളിലും നമ്മുടെ വീട്ടിലും എല്ലാം നമ്മൾ വളരെയധികം ഊർജ്ജത്തെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഈ ഊർജ്ജങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അത് എത്രത്തോളം ഉണ്ടെന്നും എങ്ങനെയാണ് നാളെ അത് ഉപയോഗിക്കാൻ പറ്റുക എന്നൊന്നും. ഞാൻ എനർജി എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ എനർജിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് എനർജി എഫിഷ്യൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ LED ബൾബുകൾ, പണ്ടത്തെ ബൾബുകളെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് കറണ്ട് അത് എടുക്കുന്നുള്ളൂ, പക്ഷേ അത് കൂടുതൽ പ്രകാശം തരുന്നുണ്ട്. ഇതാണ് ഒരു ഉദാഹരണം. പിന്നെ നമ്മൾ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പണ്ടത്തെ കാറുകളൊക്കെ കൂടുതൽ ഇന്ധനം എടുക്കുന്നുണ്ട്, പക്ഷേ ഇന്നത്തെ ടെക്നോളജി ഒക്കെ വികസിച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് ഇന്ധനങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വേറൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ എനർജിക്കൊക്കെ വളരെയേറെ അത്യാവശ്യമാണുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഓഫീസിലും എല്ലായിടത്തും നമുക്ക് ഈ ഊർജത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ ഈ എനർജി എവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ഈ പെട്രോളിയവും ഡീസലും കൽക്കരിയും പിന്നെ ഈ നാച്ചുറൽ ഗ്യാസ് ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് പണ്ടത്തെ കാലത്ത് ഒരു ഊർജമായി എടുത്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് അത് നോക്കുമ്പോഴാണ് മനസ്സിലായത് അതൊക്കെ നമ്മുടെ ലോകത്തിന് വളരെയേറെ നാശം വിതയ്ക്കുന്ന സാധനങ്ങളാണെന്ന്. പിന്നെ അത് കുറച്ച് ലിമിറ്റഡ് ആണ്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നാളത്തേക്ക് ഇല്ലാതെയുമാകും. ഇതെങ്ങനെയാണ് നമ്മുടെ ഭൂമിയെ ബാധിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പെട്രോളിയം ഒക്കെ ഈ കാറൊക്കെ ഉപയോഗിക്കുന്ന പെട്രോളിയം ഒക്കെ കത്തിക്കഴിഞ്ഞാൽ അത് കാർബൺ മോണോക്സൈഡും കാർബൺ മോണോക്സൈഡ് ഒക്കെ ആയി മാറുന്നു. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഗ്രീൻ ഹൗസസ് ഗ്യാസസിൽ ഉൾപ്പെടുന്നവയാണ്. ഈ ഗ്യാസസുകൾ നമുക്കറിയാം നമ്മുടെ ഈ ഓസോൺ പാളികൾ, ഈ 3 ഓക്സിജനുള്ള ഈ ഓസോൺ പാളിയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ വിള്ളൽ സംഭവിക്കും. അങ്ങനെ ഈ ധാരാളം ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഓസോൺ പാളിയിലെ വിള്ളൽ കൂടുകയും അങ്ങനെ ഗ്ലോബൽ ഈ സൂര്യനിൽ നിന്നും വരുന്ന ഈ രശ്മികൾ ഈ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുകയും അത് ചൂട് കൂടാനുള്ള കാരണമാകുന്നു. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ക്രമാതീതമായ ഈ ചൂട് കൂടുന്ന അവസ്ഥയാണല്ലോ ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ ചൂടും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നാളെ ഇത് എത്രത്തോളം വളരും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് പുതിയ രീതിയിലുള്ള എനർജികൾ കണ്ടുപിടിച്ചത്. പിന്നെ ഇപ്പോഴത്തെ എനർജികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോളാർ രീതിയിലുള്ള എനർജി ഉണ്ട്. അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും എനർജി എടുത്ത് അത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന എനർജിയാണ് സോളാർ എനർജി. പിന്നെ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ഈ കാറ്റിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. പിന്നെ ഈ ഓഷ്യൻ വേവ് എനർജി അതുപോലെ തന്നെ ധാരാളം എനർജി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഈ പുതിയതായ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മറ്റേതോട് നിർത്താനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ നാളത്തെ ആവശ്യം കൂടിയാണ്, നമുക്കത് ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് വളരെയധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കുട്ടികളുടെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് അത് നമ്മൾ കൽക്കരിയും അതുപോലുള്ള നമ്മൾ കുട്ടികൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം ക്ലാസ് റൂം. പിന്നെ നമ്മുടെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഈ പെട്രോളിയം ഒക്കെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം ഇലക്ട്രിക് കാറുകളൊക്കെ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പെട്രോളിയം കാറുകളൊക്കെ വളരെയേറെ കുറവും ഈ ഇലക്ട്രിക്കൽ കാറുകളൊക്കെ നമ്മുടെ ലോകത്ത് വളരെയേറെ കൂടുതലുമായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ് റൂമിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചുമ്മാ ലൈറ്റൊക്കെ ഓണായി കിടക്കുകയാണെങ്കിൽ അത് ചുമ്മാ ഊർജ്ജം കളയുകയാണ്. അപ്പോൾ അതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഓഫാക്കി ഇടുന്നത്
നമ്മൾ ഓഫാക്കി ഇടണം. പിന്നീട് ഈ പ്രൊജക്ടറും ഈ കമ്പ്യൂട്ടറൊക്കെ ചുമ്മാ ഓണായി കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫാക്കി ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നം നിർത്തുന്നു. നന്ദി.